അപ്പോൾ ഓക്കെ, നമുക്കിന്നിങ്ങനെ വിൻഡോസ് 11 24H2 ഹോം എഡിഷനിൽ എങ്ങനെ ഗ്രൂപ്പ് പോളിസി ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഞാൻ പറഞ്ഞുതരും എന്താ സൊല്യൂഷൻ എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ ടെക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ കമ്പ്യൂട്ടറിലായാലും ഇതിലായാലും വരുന്ന ബഗ്സ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗ്രൂപ്പ് പോളിസി മിസ്സിങ് ആയവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് കൊടുക്കുക, കമാൻഡ് കൊടുക്കുക. അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ കോപ്പി ചെയ്യണം. അത് കോപ്പി ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നോട്ട് പാഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആ കമാൻഡ് ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫയലിൽ സേവ് കൊടുക്കുക. എന്നിട്ട് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഫയൽ നെയിം എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രൂപ്പ് പോളിസി .bat എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഫയൽ നെയിം ഗ്രൂപ്പ് പോളിസി .bat എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, സേവ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഇതെല്ലാം ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോം സ്ക്രീനിൽ ഗ്രൂപ്പ് പോളിസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ മാറിപ്പോയി, എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യാൻ ചെയ്യും. ജസ്റ്റ് നിങ്ങൾ ഒരു കീ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയം നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഗ്രൂപ്പ് പോളിസി ഇൻസ്റ്റാൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും കൂടി മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ.